മറ്റേ ഇങ്ങനെയല്ലേ പിടിക്കേണ്ടത്, ഇങ്ങനെ പിടിച്ചോണ്ട് സംസാരിക്കാം. റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടർ പോലെ അല്ലേ, സിലിണ്ടറായിട്ട് 1 2 3 എന്താ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സിലിണ്ടർ എടുക്കാം. അടിപൊളി. അങ്ങനെ നമ്മൾ ആലുവ പാലത്തിലെത്തി. ഇവിടെയാണ് ആലുവ മണപ്പുറം. ലെഫ്റ്റ് സൈഡിലാണ് ആലുവ മണപ്പുറം ഉള്ളത്. കാണുന്നതാണ് ആലുവ മണപ്പുറം. കൊച്ചി മെട്രോ എവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവ സ്റ്റേഷൻ, കൊച്ചി മെട്രോ ആലുവ സ്റ്റേഷൻ. കൊച്ചിയുടെ മുഖച്ഛായ മാറ്റിമറിച്ചത് സംഭവമാണ് കൊച്ചി മെട്രോ, അതുപോലെ വാട്ടർ മെട്രോ. നമ്മളിപ്പോ എടപ്പള്ളി എത്തി. ഇവിടെ നമ്മളെ കാണണം ഒരു ചേട്ടൻ ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരെ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചു. കണ്ടിട്ട് നമ്മൾ നേരെ മട്ടാഞ്ചേരിക്കാണ് കേട്ടോ പോണത്. മലവിടയിലിടാലോ. ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടപ്പള്ളിയിൽ രണ്ടാൾക്കാരെ കാണണം എന്ന് പറഞ്ഞത്. റോയങ്കളും റാണി ചേച്ചിയും. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇവരെ കാണാൻ പറ്റിയില്ല. അത്രയും നല്ലൊരു ബെസ്റ്റ് കപ്പിളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഭാര്യ ഭർത്താവ് എന്നുള്ളതിലുപരി നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ ആട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. ഒരുപാട് സ്നേഹം, ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഞങ്ങൾ അറിയുന്ന പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങളെ സ്വീകരിച്ചതും എല്ലാം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ രണ്ടുപേരെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങള് എടപ്പള്ളിയിൽ നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത് നല്ല എല്ലാവരും എന്താ പറയുക, നമ്മളെ ഇവർക്ക് ഭയങ്കര പരിചയമാണ് എല്ലാവർക്കും. നമുക്ക് അങ്ങോട്ട് പരിചയമില്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര. ആ ചേട്ടൻ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര പരിചയമാണ്, അപ്പം ഞങ്ങൾ അങ്ങനെയായിരിക്കും നിങ്ങളോട് പെരുമാറുക. അപ്പം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഇവരെ ഇങ്ങനെ അങ്ങ് പെരുമാറുന്നതെന്ന് കരുതരുത് എന്നൊക്കെ പറഞ്ഞു എന്നോട് ആദ്യം തന്നെ. അപ്പോൾ നല്ലൊരു ഫാമിലി, അടിപൊളിയായിരുന്നു. ഞങ്ങൾ നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ വേണ്ടി മാക്സിമം നിർബന്ധിച്ചു. പക്ഷേങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, സമയം എന്ന് പറഞ്ഞ സാധനം തീരെയില്ല. വൈറ്റിലെത്താനായില്ലേ? വൈറ്റിലെത്താനായി. നമ്മുടെ വൈറ്റിലേരെ ഫ്ലൈ ഓവറാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്കിൽ നിന്ന് ഇതിലൂടെ ബ്ലോക്കിലൂടെ പോയ ആൾക്കാർക്ക് അറിയാം ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഈ ഒരു ഫ്ലൈ ഓവർ വന്നപ്പോഴത്തേക്കും ഒരു പരിധി വരെ പരിഹരിച്ചു എന്ന് പറയാം. ഒരു പരിധിയല്ല, ബ്ലോക്കിൽ നിന്ന് ഞാൻ ബ്ലോക്കിൽ നിന്ന് ഡ്രൈവ് ചെയ്ത ഒരാൾ എറണാകുളത്ത് കുറേ നാളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്കിപ്പം വളരെ സ്മൂത്തായിട്ട് വൈറ്റിൽ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. നല്ലതാണ്. ഇപ്പം നമ്മൾ വൈറ്റിൽ കഴിഞ്ഞ് കുണ്ടന്നൂർ എത്തി. കുണ്ടന്നൂർ പാലത്തിൽ കയറണില്ല. കുണ്ടന്നൂർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അച്ഛൻ കുറേ കാലം, ഒരുപാട് കാലം അച്ഛൻ വർക്ക് ചെയ്ത് കുണ്ടന്നൂരിലായിരുന്നു. അവിടെ ഒരു കടയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന അച്ഛൻ. അങ്ങനെ നമ്മുടെ മലാബി ഡയറിയുടെ കേരള പര്യടനം കൊച്ചിയിലെത്തി നിൽക്കുകയാണ്. ആ കൊച്ചിയിലെത്തി നമ്മൾ നാട്ടിൽ വന്ന പ്രത്യേകമായിട്ട് പോകേണ്ട ഒരു സ്ഥലമായിരുന്നു മട്ടാഞ്ചേരി. നമ്മുടെ നിത ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണേ. നിത ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കല്യാണത്തിന് വന്നു. അപ്പോൾ തന്നെ നിത ചേച്ചി പറഞ്ഞാണ് പ്രത്യേകമായിട്ട് അവിടെ പോകുമ്പോൾ നിത ചേച്ചീൻ്റെ വീട്ടിൽ പോകണമെന്ന്. അപ്പം നമ്മൾ നേരെ നിത ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകണത്. നിത ചേച്ചീൻ്റെ വീട്ടിലല്ല, നിത ചേച്ചീൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകണത്, ഹേമ ചേച്ചീൻ്റെ വീട്ടിലേക്ക്. നോക്കട്ടെ, എന്തായാലും പിള്ളേരെ കണ്ട ഞങ്ങൾ പോകുള്ളൂ. നാളെ രാവിലെ ഞങ്ങൾ ആലപ്പുഴ എത്തണമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഫോണ് നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്തതുകൊണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് അരുണേട്ടൻ്റെ ചേച്ചി വിളിക്കുന്നതാണ് കേട്ടോ കേട്ടത്. അരുണേട്ടൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോള് മണിക്കുട്ടി ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ചേച്ചിയൊക്കെ എറണാകുളത്താണ്, അളിയന് ഇവിടെ ഷിപ്പ് യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ചേച്ചീൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം പോണ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം ഈ കാണുന്ന ഒരു സീനറി എന്ന് പറയുന്നത് നല്ല അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ. നല്ല സൂര്യൻ അസ്തമിക്കാനായ സമയവും ആ ഒരു പുറത്തുള്ള ഫുൾ വ്യൂവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും അത് സൈക്കിൾ യാത്രക്കാരൊക്കെ കണ്ടു, ഫോറിനേഴ്സാണെന്ന് തോന്നുന്നു. അപ്പം അനിയത്തിന്റെ വീട്ടിലെത്തിട്ടോ, ഹേമ ചേച്ചീന്റെ വീട്ടില്. അവിടുന്ന് നമ്മൾ കോഫിയൊക്കെ കഴിച്ചിറങ്ങിയേക്കാണ് ഫോർട്ട് കൊച്ചി ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഹേമ ചേച്ചീന്റെ മോളുണ്ട് കേട്ടോ, ഋതുബ അല്ലേ? ഋതുബ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോണേ. പിന്നെ ഋതുബേൻ്റെ ചേട്ടൻ മുന്നിലുണ്ട് കേട്ടോ സ്കൂട്ടിയിൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് വഴി കാണിച്ചു തരാൻ. അപ്പോൾ നിത ചേച്ചീനെ മമ്മീനെയൊക്കെ നമുക്ക് കാണാം, അതുപോലെ ബ്രദറിനെയൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇപ്പൊ പോയൊന്ന് കാണാം കേട്ടോ നമുക്ക്. ഇത് ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ് അല്ലേ? ഇപ്പോൾ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റ് കൂടിയാണ് നമ്മൾ പോണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കൂടെ പോണത്, ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഇവിടെയൊക്കെ വരുന്നത്. അരുണേട്ടൻ പോയിട്ടില്ല ഇതിലേക്ക്? അരുണേട്ടൻ ആദ്യം എറണാകുളത്തായിരുന്നു, അപ്പം ഇവർക്കൊക്കെ അറിയണ സ്ഥലമാണ്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണായി തുടങ്ങിയിട്ടോ. വലിയ വലിയ മരങ്ങളുണ്ടല്ലോ ഇവിടെ റോഡിൻ്റെ അരികളിലൊക്കെ ആയിട്ട്. അമരാവതി റോഡ് അവിടുന്ന് നമ്മൾ ടേൺ ചെയ്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ചീനവലുള്ള അല്ലേ, ആ ഭാഗത്താണ്. ഇവിടെ കുറേ ബസ്സും കാറൊക്കെ ഉണ്ട്. ഇത് കാണാൻ വന്ന ആൾക്കാരുതാവും. വലിയ മരങ്ങളുടെ മരമൊക്കെ കാണാൻ തന്നെ ഭംഗി കേട്ടോ. ഒരു പ്രത്യേക ആലാണത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, ചിത്രം വരച്ചു വെച്ച പോലെ. നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നേരെ പോയ വാസ്കോഡ ഗാമ സ്ക്വയറിലേക്കാട്ടോ പോവാം. അവിടെയൊക്കെ നമുക്ക് പോവാനുള്ളതാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ഇവിടെയാണ് കേട്ടോ. വാട്ടർ മെട്രോയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. ടൈം എത്രത്തോളം നമുക്ക് സ്യൂട്ടബിൾ ആവുമെന്ന് അറിയില്ല. ഈ സിനിമയിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഈ ചീനവലൊക്കെ ഒന്ന് കാണണം, ഇത് പൊന്തുന്നതും താഴുന്നതൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതേതായാലും ഈ ഒരു ട്രിപ്പിൽ സാധിച്ചു. ഇതിപ്പോൾ ചീനവല പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കൊക്കുകളുണ്ട് കേട്ടോ ഈ വലേൻ്റെ ചുറ്റോടും. മീനിനൊക്കെ കൊത്തി തിന്നാനായിരിക്കണം, ഒരുപാട് കൊക്കുകളുണ്ട്. നിങ്ങൾ വല ഇങ്ങനെ പൊന്തുന്ന സമയത്തേക്ക് എല്ലാ കൊക്കുകളും പക്ഷികളൊക്കെ ആ ഒരു വലയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പൊക്കി കിട്ടുന്ന മീനിൽ 3/4 ഭാഗവും ഈ ഒരു പക്ഷികളൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കും. എന്തായാലും രസമുണ്ട് കേട്ടോ അതിങ്ങനെ പൊന്തി വരുന്നത് കാണാൻ. ഞാൻ കുറേ നേരം അതിങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. എന്തോ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ കറക്റ്റ് ടൈമിന് കേട്ടോ. ഭയങ്കര വെയിലുള്ള സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭംഗി തോന്നത്തില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5-6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ടില്ലേ ആ വല ഇങ്ങനെ ഇളകുമ്പോൾ അതിൽ നിന്ന് പക്ഷികളൊക്കെ പാറി പോകുന്നുണ്ട്. ഇവിടുത്തെ കുറേ തോണിയും ഒക്കെ ഉണ്ട്, കുറേ കടകൾ ഉണ്ടായിരുന്നു കേട്ടോ. കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ നേരെ പോണത് നിത ചേച്ചീൻ്റെ അനിയൻ്റെ കടയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളീൻ്റെ അടുത്താണ് ചേട്ടൻ്റെ കട. ഒരുപാട് നല്ല ഭംഗിയുള്ള മെഴുകുതിരികളും ഫോട്ടോസും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതാണ് നിത ചേച്ചിയുടെ അമ്മ കേട്ടോ. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ഫോർട്ട് കൊച്ചിയൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്.
അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹേമ ചേച്ചീൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ കിടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ എണീറ്റ് വീണ്ടും ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടയ്ക്ക് വന്നേക്കാണ് രാവിലത്തെ വിഷ്വൽസും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ളതല്ലേ? അതെ, ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഒന്ന് രാവിലെയും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വൈകുന്നേരത്തെയും അതുപോലെ രാവിലത്തെ ഒക്കെ ഒരു കാഴ്ചകളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലത്തെ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കൂടെ ഋതുവ ഉണ്ട് കേട്ടോ, നിത ചേച്ചീൻ്റെ അനിയത്തീൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല കളറല്ലേ, ഒരു വെറൈറ്റി കളറ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിൽ ആളുകളൊക്കെ അത് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഫോർട്ട് കൊച്ചി കൂടെ ഇങ്ങനെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. ഋതുവേ സുമിൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് പുറകിൽ നടക്കുന്നു. സുമി ഇവിടെ കുറേ ബാഗോ ഡ്രസ്സൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഋതുവിനോട് ചോദിക്കുകയാണ് എവിടെയാണ് വാങ്ങുക, എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ. അപ്പോൾ അവളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഹേമ ചേച്ചി അടിപൊളി ഫുഡൊക്കെ ഉണ്ടായി തന്നായിരുന്നു കേട്ടോ. അതിൽ കാശ്മീരി ഫുഡുകളാണ്. ഹേമ ചേച്ചീൻ്റെ ഹസ്ബൻഡ് കാശ്മീരിയാണ്, അതുകൊണ്ട് തന്നെ കാശ്മീരി ഫുഡുകളൊക്കെ വെറൈറ്റി, നമ്മൾ ഇതുവരെ കാണാത്തയും പരിചയപ്പെടാത്തയും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അവരെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഫോർട്ട് കൊച്ചിയുടെ അതിരാവിലത്തെ ഒരു വ്യൂ ആട്ടോ. ഈ സമയത്തൊന്നാലും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഫുൾ ക്രൗഡായിരിക്കും. പ്രായമായ ആളുകളൊക്കെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനമാണ് ഇവിടുത്തെ ചീനവലകൾ കേട്ടോ. അങ്ങനെ ഫോർട്ട് കൊച്ചി കടപ്പുറത്തൂടെ നടക്കുകയാണ്. ഇവിടെ എന്തായാലും കുറച്ച് വന്നപ്പോൾ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നത്. ഇവിടെ എന്താ പറയുക, നല്ല വേലിയേറ്റുണ്ടാവും. അതുകൊണ്ടാണ് ഈ പേപ്പറും ഇലയും ചപ്പും ചാറൊക്കെ വന്ന് നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നത് കാണാമെന്ന് എഴുതി വന്നതാണ്, വല വീശുന്നത് കാണാൻ. നമ്മൾ അതിരാവിലെ വന്ന് സൂര്യോദയം കാണാൻ പറ്റുന്ന വിചാരിച്ചത്. പക്ഷേങ്കിൽ ഈ സൈഡിൽ നിന്ന് അല്ലാന്ന് തോന്നുന്നു, ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നത്. അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുന്ന തോന്നുന്നില്ല, സൺസെറ്റ് കാണാനേ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും പോകാം. 7:30 നമുക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു ഓൺലൈൻ ചാനലിൻ്റെ. അവർ 7:30 ആകുമ്പോൾ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം സൂര്യൻ വേറെ എവിടുന്നോ ഉദിച്ച് നിന്ന് നമ്മളെ പറ്റിക്കുന്നുണ്ട്. സുമി ഋതു എവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ സൺറൈസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ശരിക്കും സണ്ണ് പറ്റിച്ചു. ഞങ്ങൾ ഇപ്പുറത്താന്ന് വിചാരിച്ചിട്ടാട്ടോ ഫോർട്ട് കൊച്ചിൻ്റെ ആ ഭാഗത്ത് രാവിലെ പോയത്. പക്ഷേ ഓപ്പോസിറ്റ് ഫോർട്ട് കൊച്ചിയിലൊരു ചെറിയ നടത്തവും രാവിലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നേ. അപ്പം ഇനി പോയി ചായ കുടിച്ച് വന്നിട്ട് അടിപൊളി കാഴ്ചകൾ, ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ കാണാമെന്നുള്ള ലക്ഷ്യം. മോർണിംഗ് വാക്ക് കഴിഞ്ഞു. എന്തോരം പ്രാവുകൾ അവിടെ നിന്നറിയാം.
അപ്പം ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി പോയി, പാളിപ്പോയി കേട്ടോ. സണ്ണ് ഉദിച്ചത് അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഞങ്ങളൊരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിവിടുത്തെ ഡച്ച് സെമിത്തേരിയിൽ എത്തിയേക്കാണ്. 1724 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല. പല ആകൃതിയിൽ, പല വലുപ്പത്തിൽ, പല രൂപത്തിലുള്ള കല്ലറകൾ കാണാം. അപ്പോൾ ഇതാണ് ചരിത്രപ്രസിദ്ധമായ ഡച്ച് സെമിത്തേരി. പല വലുപ്പത്തിൽ, പല സൈസിൽ, പല രൂപത്തിലുള്ള കല്ലറകൾ കാണാൻ പറ്റും ഇവിടെ. ഇത്രയും ആൾക്കാർ ഇവിടെ അടക്കം ചെയ്തതെന്ന് ഇവിടെ വരുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. ഒരുപാടുണ്ട്. വേറെ പേരുകൾ കൊത്തിവെച്ചൊന്നും കാണാനില്ല കേട്ടോ. അങ്ങനെ ഡച്ച് സെമിത്തേരി എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഇവിടെ പകൽ വന്നാലും എപ്പോൾ വന്നാലും ഫുള്ള് വൈറ്റ്സ് ആണ് കേട്ടോ. അതായത് ഫോറിനേഴ്സാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇതിനെന്തൊരു പേരൂടെ ഉണ്ട് ഈ ഒരു സ്ട്രീറ്റിന്, ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന് ഇപ്പോൾ നിധി ചേച്ചീൻ്റെ ഹേമ ചേച്ചീൻ്റെ വീട്, നിധി ചേച്ചീൻ്റെ അല്ല ഹേമ ചേച്ചീൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടോ. അപ്പോൾ കുറേ വഴികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വഴികളുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവിടുത്തെ വഴികളൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. കുറേ തവണ പോയെങ്കിൽ മാത്രം നമുക്ക് ആ വഴികളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം ഞങ്ങൾ ഹേമ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു മയിൽ. സാധാരണ കാടുകളിലൊക്കെ അപൂർവമായിട്ട് നമുക്ക് എപ്പോഴേയൊക്കെ കാണാൻ പറ്റുന്നൊരു പക്ഷിയായിരുന്നു മയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മയിലൊക്കെ അത് നാട്ടിലേക്ക് ഇറങ്ങി, അതിപ്പോൾ സിറ്റിയിലേക്ക് കേട്ടോ, ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മയിലൊക്കെ. ആൾക്കൊരു പേടിയില്ല കേട്ടോ, മതിലൊക്കെ കയറി നിന്നെല്ലാം വീക്ഷിച്ച് അങ്ങനെ നടക്കാൻ കേട്ടോ. ഒരു മതിലിൻ്റെ അറ്റത്തുനിന്ന് മറ്റൊരു തൂണിലേക്ക് അങ്ങനെ ചാടി നടക്കുകയാണ്. നമ്മൾ വേഗം ഹേമ ചേച്ചീൻ്റെ അവിടെ വന്ന് കുളിച്ച് റെഡി ആയപ്പോഴത്തേക്കിനും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സന്ധ്യ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചീൻ്റെ ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് കേട്ടോ നമ്മളത് എടുക്കുന്നത്. ഓൾറെഡി ആ ഒരു ഇൻ്റർവ്യൂ അവരുടെ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സെയിം ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് വേറൊരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അവിടുന്ന് അതും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണാൻ പോകണം, എക്സ്പ്ലോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ അനിയൻ്റെ വീട്ടിലായിട്ടുള്ളത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നാണ്. നിധ ചേച്ചീൻ്റെ അമ്മയുടെ ചേച്ചി, പിന്നെ ഋത്തുവിനെ നമ്മൾ രാവിലെ കാണിച്ചിട്ടുണ്ടാകും. പിന്നെ ഇതാണ് നിധ ചേച്ചീൻ്റെ അനിയൻ, ഇത് അനിയൻ്റെ വൈഫ്. രണ്ട് കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഓരെ കാണിക്കാൻ പറ്റൂല, ഉച്ചയ്ക്ക് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്ടത്. ഇന്നലെ രാത്രി നല്ല അടിപൊളി ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. കാശ്മീരി സ്റ്റൈലായിരുന്നു അല്ലേ ഹേമ ചേച്ചി വെച്ചെന്ന്. ഹേമ ചേച്ചി കാശ്മീരി സ്റ്റൈലാണ് വെച്ചത് നമുക്കറിയില്ല. കഴിക്കാനിരുന്ന നേരത്തായിരുന്നു ചേച്ചി പറഞ്ഞത്, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഹേമ ചേച്ചി വന്നിട്ടുണ്ട്. ഇതാണ് നിധ ചേച്ചീൻ്റെ അനിയത്തി, നേരെ താഴെയുള്ള അനിയത്തി. ഒരനിയത്തിയും കൂടെ ഉണ്ട് നിധ, ഖത്തറിൽ. അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ കഴിച്ചിട്ട് പറയാലായിരുന്നു ഏട്ടാ. നമ്മളിപ്പോൾ വന്നുള്ളത് ജൂതന്മാരൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ടൗണിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിങ്ങളുടെ ജൂട്ട് ടൗൺ എന്നാണ് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ സ്പേസ് ഒന്നുമില്ല. 2 റോഡിൻ്റെ അപ്പുറമൊക്കെ ഒരുപാട് ബിൽഡിങ്സ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെയൊക്കെ വരുന്നത് കാണുന്നതൊക്കെ. അപ്പോൾ നമ്മളിവിടെ
ജൂ ടൗണിലെ സ്പൈസ് മാർക്കറ്റാണിത്. ഇവിടെ എല്ലാത്തരം സ്പൈസസും കിട്ടും കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള. നമ്മളിവിടെ ഒരു മ്യൂസിയത്തിലേക്ക് കടക്കാം കേട്ടോ. ഇതൊക്കെ ഓരോ ഫ്ലവറിൽ നിന്ന് എടുത്തിട്ടുള്ള ഓയിലാണ്. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഇതിലുണ്ട് കേട്ടോ, എന്താണെന്നുള്ളത്. ആ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഹിസ്റ്ററിയും അതിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓയിലൊക്കെയാണ് കാണിക്കുന്നത്. നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഓയിലാണ് കേട്ടോ എല്ലാം. ഇനി നമുക്കിങ്ങനെ കാണുന്നത് ഫുള്ള് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വാനിലയിൽ നിന്ന് എടുക്കുന്ന വാനില എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇത് ഒട്ടകത്തിൻ്റെ അല്ലേ തോന്നുന്നു. ഇത് വൈറ്റ് റോസിൻ്റെ ഫ്ലവർ ഓയിലാണ്. നമ്മുടെ വാട്ടർ ലില്ലിയിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഓയിലാണിട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇത് ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ചെമ്പാണ് തോന്നുന്നില്ലേ, ചെമ്പോ ഓടോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇന്നൊരു പൈപ്പൊക്കെ ഇട്ട് ഇതിന്ന് അങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതേപോലെ ഇതിലൊക്കെ ഉള്ള പിക്ചറൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ, കുടം പോലെ ഇരിക്കുന്നതൊക്കെ. ചേച്ചി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയാ എന്തൊക്കെയാന്നുള്ളത്. മൈ നെയിം ഇസ് സിന്ധു ദേവി. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഈ ഒരു ഫീൽഡിൽ. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം നാച്ചുറൽ ഓയിൽസാണ്. ഇതെല്ലാം എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല യൂസസ് എന്ന് പറഞ്ഞാൽ ഇത് എറോമതെറാപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യണേന്. എറോമതെറാപ്പി എന്ന് പറയുമ്പോൾ അതിൽ ബോഡി മസാജ് വരും, നമുക്ക് പെർഫ്യൂമായിട്ട് യൂസ് ചെയ്യാൻ വരും, ഡിഫ്യൂസറിൽ യൂസ് ചെയ്യുക, പിന്നെ ബാത്ത് വാട്ടറിൽ യൂസ് ചെയ്യുക, അങ്ങനെ പല യൂസസും ഉണ്ട്. ഇതിൽ യൂസസ് എന്ന് പറഞ്ഞാൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കത് ശരിക്കും നമുക്ക് വേണ്ടിയിട്ടൊരു റിലാക്സേഷൻ, നമുക്കൊരു ആ ഒരു ആവശ്യത്തിനാണ് കൂടുതലും ഇത് പോകുന്നത്. അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളത് എടുക്കുമ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് കോൺസെൻട്രേറ്റഡ് ഓയിലാണ്. ആ ഓയിലിൻ്റെ കൂടെ നമ്മൾ വേറെ കാരിയർ ഓയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ബോഡിയിൽ മസാജിൽ യൂസ് ചെയ്യാൻ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഓയിൽസിലേക്ക് പോവാം. ഒന്ന് ഇത് ഫ്രാഗ്രൻസ് എല്ലാം നമുക്കൊന്ന് സ്മെല്ല് ചെയ്യാം. ഓരോ ഫ്രാഗ്രൻസിന് അവരുടെ അതായത് നമ്മുടെ ബോഡിയുടെ ഓരോ സ്ട്രെസ്സ്, റിലാക്സേഷൻ, പിന്നെ ചില പ്രഗ്നൻസി ലേഡീസിന് അവർക്ക് പറ്റിയ ഒരു റിലാക്സേഷന് പറ്റിയത്, അങ്ങനെ ഡിഫറെൻറ്റ് ഓയിൽസ് ഉണ്ട് ഇതിൽ. ആ ഡിഫറെൻറ്റ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുഡ് സ്ലീപ്പ് കിട്ടാൻ, ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ജോലിയുടെ ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിനും വേണ്ടിയിട്ടും ഓയിൽസ് ഉണ്ട്. ഇപ്പോൾ ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ലാവൻഡർ ഓയിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം, അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റും. അത് നമ്മൾ സ്മെല്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടേക്ക് ദി ടോപ്പ്, ഈ ടോപ്പ് എടുത്തിട്ട് സ്മെല്ല് ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അത് നമുക്ക് മൂടി എടുത്തിട്ട് വേണം സ്മെല്ല് ചെയ്യാൻ. നമ്മൾ ഡയറക്റ്റ് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യൂല. നമുക്ക് ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അത് നമുക്ക് തന്നെ അതൊരു ഫീല് ചെയ്യും. ബോട്ടിൽസ് എല്ലാം ഗിഫ്റ്റിംഗ് ബോട്ടിൽസ്, ഹെയർ ഓയിൽസ്. അപ്പോൾ ഇത് നമ്മുടെ ഹേമ ചേച്ചീൻ്റെ കസിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. അപ്പോൾ നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സിനഗോഗിക്ക് പോവുകയാണ്. ഇതൊക്കെ ജ്യൂസ് സ്ട്രീറ്റ് ആണ്. ഇതാണ് സ്പൈസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറ ഭാഗത്തുള്ള. ഇതിനുള്ളിലൊക്കെ കയറിയൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ സിനഗോഗ് ലക്ഷ്യമിട്ട് പോവുകയാണ്. ഇതൊരു മ്യൂസിയമാണ് കേട്ടോ, ഫോക്ക് മ്യൂസിയമാണ്. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഓരോരോ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പെർഫ്യൂംസിൻ്റെ ഒക്കെ ഷോപ്പാണ്.
ജ്യൂസ് സ്ട്രീറ്റിൽ ഓരോരോ കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. ഓ ബാഗൊക്കെ അടിപൊളിയാണല്ലോ. അങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്ന് ലാസ്റ്റ് നമ്മൾ സിനഗോഗിൽ എത്തിയിട്ട്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടില്ല, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ് തോന്നുന്നു. അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. കാഴ്ച ഞാൻ ഉദ്ദേശിച്ചത് പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് ഡ്രസ്സ്, ബാഗ്, പെർഫ്യൂംസ് എല്ലാം കാണാനുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി വരുമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ സിനഗോഗിലെത്തി. അതിൻ്റെ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. ഇത് അവിടെ നിലത്തിട്ടിട്ടുള്ള ടൈലാണ്, പണ്ട് കാലത്തെ ടൈലാണ് കേട്ടോ. ഈ ടൈലിൽ ഒരു പിക്ചർ പോലും സിമിലർ ആയിട്ടുള്ളതില്ല കേട്ടോ. നമ്മളൊക്കെ വീട്ടിൽ ടൈലിടുമ്പോൾ ഒരേപോലത്തെ ടൈലാണല്ലോ ഇടുക. പക്ഷെ ഇത് കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും ഒരൊറ്റ ടൈലിൻ്റെ പീസ് പോലും വേറൊരു ടൈലിൻ്റെ പീസുമായിട്ട് സിമിലർ ആയിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അങ്ങനെ സിമിലർ ആണെന്ന് കണ്ടുപിടിച്ചാൽ ഒരു ബെറ്റ് പോലെയാണ്. അതായത് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ സിനഗോഗിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും ഉണ്ട്, പിന്നെ അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനഗോഗ് എന്ന് പറയുന്നത് ദേവാലയമാണ് കേട്ടോ. ജൂതന്മാരുടെ, കൊച്ചിയിലെ ജൂതന്മാരുടെ ദേവാലയമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതേ മലയാളത്തിലുള്ളതാണിത്. നമ്മൾ പതുക്കെയാണ് ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കിയാലും മനസ്സിലാവും കേട്ടോ. ഒന്നിങ്ങനെ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ കാണുന്ന ജൂതന്മാരുടെ സിമ്പലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത് എന്തോരം ബോട്ടല്ലേ, ഫിഷിംഗ് ബോട്ടാണ്. പാലല്ലേട്ടാ, ഇതേതാ പാല സ്ഥലമൊക്കെ. കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. താങ്ക് യു. മൂവി വേൾഡ് മീഡിയയിലെ രജനീഷ് ചേട്ടനായിട്ട് നമ്മുടെ ഇന്റർവ്യൂ എടുത്തേ. നമ്മളൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പം മൂവി വേൾഡ് നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ അടുത്ത കൊച്ചി ഷിപ്പ്യാർഡ് അവിടെ ഒന്ന് പോകണം നമുക്ക്. അവിടെ മണിക്കുട്ടി ചേച്ചിയൊക്കെ ഉണ്ട്, ചേച്ചീനെ കാണണം. നമ്മൾ പോയ പ്രിയാൻറ്റി ഉണ്ടല്ലോ, അമ്മയുടെ ചേച്ചീൻ്റെ മോള്. പ്രിയാൻറ്റീനെ ഞങ്ങൾ ഭയങ്കര ഒരു പ്രത്യേക റിലേഷനാണ് പ്രിയാൻറ്റിയൊക്കെ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ മക്കളെ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിനി മണിക്കുട്ടി ചേച്ചിയുടെ അടുത്ത് പോവാം അല്ലേ. ഇപ്പൊ നമ്മള് പനമ്പള്ളി നഗറിക്കാണ് കേട്ടോ പോകുന്നത്. മൂവി വേൾഡ് മീഡിയത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മള് പനമ്പള്ളി നഗറിലേക്ക് പോണ.
അപ്പം അങ്ങനെ നമ്മൾ മണിക്കുട്ടീസിൻ്റെ വീട്ടിൽ വന്നിട്ടോ. ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ നേരത്തെ വീഡിയോ എടുക്കുന്നത്. സ്കൂളിലൊക്കെ പോയി വന്നിട്ടുള്ളൂ. പനിയാണ്, ക്ഷീണം. അളിയൻ ഇവിടെ ഇല്ല. അതെ. അപ്പൊ ഇതിന്റെ മേളിൽ കയറിയിട്ട് നമുക്ക് കൊച്ചി ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ പനമ്പള്ളി നഗരം ഉള്ളത് കേട്ടോ. മണിക്കുട്ടിച്ചിൻ്റെ വീട് പനമ്പള്ളി നഗറിലാണ്. ഫ്ലാറ്റിന്റെ മേളിൽ നിന്നുള്ള ഒരു കാഴ്ച. അളിയൻ വർക്ക് ചെയ്യുന്നത് ഈ കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ്. ഞങ്ങൾ പനമ്പള്ളി നഗറിന്ന് ഞങ്ങളുടെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചീനെ കാണാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അവരെയും കൂടെ കാണിച്ചു തരാം. ആ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു ചേച്ചീനെ കൂടെ കണ്ടു. ചേച്ചീൻ്റെ വീട്ടിലെത്തിയപ്പോൾ ചേച്ചീൻ്റെ അനിയൻ നല്ല മാജിക്കൊക്കെ കാണിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ മാജിക് ഒന്ന് കാണാണ്ട്. അപ്പം നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കി. കുറച്ച് മാജിക് പൗഡർ കൂടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തു. അതിന് എക്സ്ട്രാ മാജിക് പൗഡറൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് കുറഞ്ഞായിട്ടും അതൊരു 500 ചെക്ക് ചെയ്തുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ 500 നോട്ട് നിങ്ങൾ കണ്ടു. ഞാൻ ഈ 500 നോട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടർ പോലെ അല്ലേ, സിലിണ്ടറായിട്ട് 1 2 3 എന്താ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സിലിണ്ടർ എടുക്കാം. തൽക്കാലം ഞാൻ നോട്ട് കയ്യിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സിൽക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു പിങ്ക് കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഞാൻ സിൽക്ക് ഇങ്ങനെ എൻ്റെ കയ്യിലേക്ക് വെക്കാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതേ കളർ തന്നെ മാറ്റൊന്നുമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് ജസ്റ്റ് മൂതി കഴിഞ്ഞാൽ അത് വാനിഷ് ആവും. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും നമുക്കൊരു മാജിക് കൂടെ കാണാൻ പറ്റി. ഒരു മാജിക് കൂടെ കൈ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കഴിച്ചു കുറച്ച് നാളത്തേക്ക് പാനം നോക്കിയാണ്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് 2 സ്പോഞ്ച് ബോൾസ് ഉണ്ട്. ഓക്കെ, സോ ഐ ടേക്ക് ദിസ് വൺ, ടോസ് ഇറ്റ് ഓൺ മൈ പാം, അതർ വൺ കൈ ഇവിടെ വെച്ചാൽ ഹോൾഡ് ഇട്ട്. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഒരു റെഡ് കളർ ബോൾ ഉണ്ട്, ഇവിടെ ഒരു റെഡ് കളർ ബോൾ ഉണ്ട്. എൻ്റെ കയ്യിലുള്ള റെഡ് കളർ ബോൾ ജസ്റ്റ് എടുത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാനിഷ് ആയി. ഓക്കെ, so there is another ball here, right? So 1 2 3 abracadabra, can you just open it? അടിപൊളി. നമ്മുടെ മാജിക് കണ്ടിട്ടുണ്ടെങ്കിലും മാജിക്കിൽ ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. Thank you. ആണല്ലേ, ഇത് ഇവിടുത്തെ ചേച്ചി കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ ചേച്ചി ഇവിടുന്ന് ശംഖുപുഷ്പം, ഡബിളായിട്ടുള്ള ശംഖുപുഷ്പം ഉണ്ട്, അതിൻ്റെ വിത്ത് തരാറ്. നല്ല ഭംഗിയുണ്ട് കണ്ടോ, ഡബിൾ പെറ്റൽസാണ്. അപ്പം ഇതിൻ്റെ വിത്ത് തരാറ് നമുക്ക് മലാവിൽ എന്തെങ്കിലും കൊണ്ടുപോയി നടാട്ടോ. അപ്പൊ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ.
അമ്പലം ഒന്നുമില്ലേ, കൊറേ ദൂരമുള്ള ചുറ്റും മറ്റേ കൽവിളക്കുകളൊക്കെ ഉണ്ട്. കൽവിളക്കുകളൊക്കെ ഉള്ള അമ്പലം. അപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ കുറേ പേരെ കണ്ടു, കുറേ സ്ഥലങ്ങൾ കണ്ടു, എല്ലാവരെയും മീറ്റ് ചെയ്ത് ഫോർട്ട് കൊച്ചിനോടും മട്ടാഞ്ചേരിയോടും പനമ്പള്ളി നഗറിനോടും എല്ലാത്തിനോടും യാത്ര പറഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നെട്ടൂരിലേക്കാണ് കേട്ടോ. നെട്ടൂരിലായിരുന്നു അരുണേട്ടനൊക്കെ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ സോണിച്ചേട്ടൻ്റെ വീട്ടിൽ സൗമ്യ ചേച്ചി, സോബിൻ ചേട്ടൻ, നിഷ ചേച്ചി, അവിടുത്തെ അപ്പച്ചൻ, അമ്മച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടേക്കാട്ടോ നമ്മൾ പോകണം. നെട്ടൂർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്. ഇവിടെ സോണിച്ചേട്ടൻ്റെ സോമേച്ചിൻ്റെ ഒക്കെ വീട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ ഇതിനെ മേലോട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വാടക കൊടുക്കില്ലായിരുന്നു. അങ്ങനെ അടിപൊളി ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ, ഓർത്തു വെക്കുന്ന നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ച് 2 പേരാട്ടോ. ഇവരുടെ അടുത്ത് ഞങ്ങൾ സ്വന്തം ചേട്ടനും ചേച്ചിനെ പോലെ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും, ഞങ്ങളുടെ സന്തോഷങ്ങളിലും ഞങ്ങളുടെ ഉയർച്ചകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന 2 ആൾക്കാർ തന്നെയാണ് ഇവിടെ. പിന്നെ സോബിൻ ചേട്ടനും നിഷ ചേച്ചി, അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട് ഇവിടെ. സോബിൻ ചേട്ടനൊക്കെ പരിപാടികളൊക്കെ പുറത്താണ്. അപ്പോൾ നിഷ ചേച്ചി രാവിലെ ജോലിക്ക് പോയി, രാവിലെ കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഇവരെ കാണിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗം എന്ന് പറയുന്ന ആൾക്കാരാണ്. വേറെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അങ്ങനെ ഒരു വീടാണിത്. അത് ഇവിടെ ഞങ്ങൾ കുറേ നാളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളൊരു ഫാമിലി പോലെയായി. പിന്നെ തോണിച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു പാർട്ട് ടൈം ജോലികളൊക്കെ, ഓരോ പരിപാടിയായിട്ട് തോണിച്ചേട്ടൻ കൊണ്ടുപോയി ഞങ്ങളെ. അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്കാരെന്ന് പറയാം. ഇത്രയും ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം ഇവിടെയാണ് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തത്. ഇവിടുന്ന് ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുന്നു. രാവിലെ ഇറങ്ങണം എന്ന് കരുതി. ഇപ്പോൾ 11 മണിയായി. അതുവരെ വർത്താനം വന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക്. അപ്പോൾ ഇതാണ് സൗമ്യ ചേച്ചി, സോണിച്ചേട്ടൻ, ഇത് വേറൊരു ഫ്രണ്ടിൻ്റെ കുട്ടിയാട്ടോ. പിന്നെ ഇവിടെ ഒരു മോനുണ്ട്, അവൻ ക്ലാസ്സിൽ പോയതാണ്. അവനെ കാണിക്കാൻ വേണ്ടി രാവിലെ അവൻ പോയി. ഞങ്ങൾ എനിക്ക് സെറ്റായി വന്നപ്പോഴത്തേക്കും സമയം പോയി. ഞങ്ങൾ ചിലപ്പം ആലപ്പുഴ ട്രിപ്പ് വരുന്നുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വണ്ടിക്കാണെങ്കിൽ എല്ലാവരും ഇവിടെ വരും. ആ സമയത്ത് സെബീന വരും, അവനെ പരിചയപ്പെടുത്താം. ഷാഹ എന്ന കുട്ടി, അപ്പുറത്ത് വേറെ കുട്ടിയുണ്ട്. അവരൊക്കെ സ്കൂളിൽ പോയി, ആരും കാണിക്കാൻ പറ്റാത്ത. അങ്ങനെ സംഭവപരമായ ഓർമ്മകളുള്ളൊരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് എങ്ങനെ ആലപ്പുഴയ്ക്ക് പോകുന്നു. വേറെ ആയിട്ടല്ല ഇവരെ കണ്ടേക്കണേ. ഇവരെപ്പോഴും നമ്മുടെ കുടുംബത്തിലൊരു അംഗം തന്നെയാണ്. ഇവരും ഇപ്പോൾ ഇതിൽ കെട്ടി വന്നേക്കണ പെൺപിള്ളേരും. അപ്പം അങ്ങനെ ഒരു സന്തോഷം ഇവിടെ നിൽക്കുക. എന്നാലും ഇവിടെ വരാതൊരു പരിപാടി നമുക്കില്ല. എറണാകുളം വന്നാൽ ഇവിടെയാണ് സ്റ്റേ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നതല്ല, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വരാം, ഇവിടെ സ്റ്റേ അടിക്കാന്നല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെ. നമ്മൾ എറണാകുളത്ത് വരികയാണെങ്കിൽ എറണാകുളത്ത് നമ്മുടെ വീടുണ്ടെന്ന് പറഞ്ഞാൽ നെട്ടൂരാണ്, ലേക്ക് ഷോറിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അപ്പോൾ സമയമില്ല, 11 മണിയായി. അങ്ങനെ അപ്പം നിങ്ങൾ വരും. നിങ്ങൾ